പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 3-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 23 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളോവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്ന് നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ വചനം ഭക്തനായ ദാനിയേലും കൂട്ടുകാരും ദൈവത്തിന് നന്ദി പാടി സ്തുതിക്കുന്ന വാക്കുകളാണ്. ദാനിയേൽ പറയുകയാണ്, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ച കാര്യത്തിന് അവിടുന്ന് മറുപടിയായി ആ വിവരം മുഴുവനും എനിക്ക് വെളിപ്പെടുത്തി തന്നതിന്, രാജാവിന്റെ കാര്യം ഞങ്ങളെ അറിയിച്ചതിന് അങ്ങേക്ക് നന്ദി സ്തുതി കരയറ്റുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്തേ എന്ന് ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമാണ്. പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം വർഷത്തിൽ ഒരു സ്വപ്നം കണ്ടു. പക്ഷേ താൻ ഉണർന്നപ്പോൾ ആ സ്വപ്നം മറന്നുപോയി. കൽദയ ദേശത്തെ സകല ശകുനവാദികളെയും മന്ത്രവാദികളെയും എല്ലാവരെയും വിളിച്ചു വരുത്തി തന്റെ കാര്യം പറഞ്ഞു. അവര് പറഞ്ഞു, രാജാവ് സ്വപ്നം പറയാതെ ഞങ്ങൾക്കിതിന്റെ വ്യാഖ്യാനം എന്താണ് അവിടുന്ന് കണ്ടതെന്ന് പറയുവാൻ കഴിയുകയില്ല. രാജാവ് പറഞ്ഞു, പറ്റുകയില്ല, എനിക്കാകെ മനോവിഷമമാണ്. കൽപ്പന പുറപ്പെടുവിച്ചു, നിങ്ങൾ പിന്നെയും ഇത് പറഞ്ഞ് സമയം കളയുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കൊന്നുകളയും. രാജാവ് ആ സ്വപ്നമെന്ന് ഓർക്കാത്തത് കൊണ്ട് രാജാവ് അസ്വസ്ഥനായി. ആ പ്രദേശത്തെ മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും ആർക്കും രാജാവ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്തതിനാൽ അവരും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ചുരുക്കത്തിൽ അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, മനുഷ്യനായി പിറന്ന ജഡവാസമുള്ള ഒരുത്തനും രാജാവ് കണ്ട സ്വപ്നം എന്താണെന്ന് പറയാൻ പറ്റുകയില്ല. ദേവന്മാർക്ക് വല്ലമേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇതിനു മുമ്പെങ്ങും ഇങ്ങനെയൊന്നും നടന്നിട്ടുമില്ല. അതുകൊണ്ട് രാജാവ് സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി പറയാം. പക്ഷേ രാജാവിന് ഓർക്കാത്തടത്തോളം കാലം രാജാവിനത് പറയാൻ പറ്റത്തുമില്ല. രാജാവിന്റെ കൽപ്പന പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ സകല ശകുനവാദികളെയും മന്ത്രവാദികളെയും കൊല്ലുവാനായി കൽപ്പനയുമായി രാജാവിന്റെ അകമ്പടി നായകനായ അരിയോക്ക് പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ അതെ, വളരെ നിപുണനായ ദാനിയേലും കൂട്ടുകാരായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവുമുണ്ട്. ഇത്ര കഠിനമായ കൽപ്പന പുറത്തു വന്നു എന്ന് മനസ്സിലാക്കിയ ദാനിയേൽ വളരെ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഇടപെടുവാനിടയായി. അരിയോക്കിനോട് കാര്യം മനസ്സിലാക്കി രാജസന്നിധിയിൽ ചെന്ന് രാജാവിനോട് ഉണർത്തിച്ചു, എനിക്കല്പ സമയം തരണം, ഞാൻ
രാജാവ് കണ്ട സ്വപ്നവും പറയാം, അർത്ഥവും പറയാം. ഇത് രാജാവിനോട് പോയി പറഞ്ഞിട്ട് എന്താണ് ദാനിയേൽ ചെയ്തത്? ദാനിയേൽ തങ്ങളുടെ കൂട്ടുകാരോട് ഈ വിവരം പറഞ്ഞിട്ട് നമ്മൾ മരിക്കാതിരിക്കേണ്ടതിന്, സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കാം. അങ്ങനെ അവർ കൂട്ടായി ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം ദാനിയേലിന് രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്തി കൊടുത്തു. തുടർന്നുള്ള വാക്യങ്ങൾ ദാനിയേലും കൂട്ടരും ദൈവത്തിന് സ്തുതി പാടുന്നതാണ്. അതെ, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് ദൈവം വെളിപ്പെടുത്തി തന്നു. അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നത്. സ്വർഗത്തിലെ ദൈവമേ, ഇവിടുത്തെ ശകുനവാദികളും മന്ത്രവാദികളും പറയുന്നു, ജഡവാസമുള്ള മനുഷ്യന് ഒരിക്കലും ഇത് പറയുവാൻ കഴിയുകയില്ല, ദേവന്മാരാരെങ്കിലും ആയിരിക്കണം. എന്നാൽ ജഡവാസമുള്ള ജഡീകരായി ജനിച്ച ദാനിയേലിനും ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും അവരുടെ അപേക്ഷ, അവരുടെ പ്രാർത്ഥന കേട്ട് അസാധ്യമെന്ന് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ രാജാവ് കണ്ട സ്വപ്നമോ സ്വപ്ന വ്യാഖ്യാനമോ അതിനെക്കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻസോ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ മനുഷ്യർ അസാധ്യമെന്ന് പറയുന്നത്, നടക്കുകയില്ല എന്ന് പറയുന്നത്, ഇനിയും ഒരിക്കലും നിനക്കൊരു വിടുതലില്ല, സൗഖ്യമില്ല, മോചനമില്ല, നിന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുകയില്ല, നിനക്ക് വിസ അടിക്കുകയില്ല, നിന്റെ ഭവനപണി പൂർത്തീകരിക്കുകയില്ല, നിന്റെ മകന് മകൾക്കൊരു വിവാഹം ലഭിക്കുകയില്ല, തലമുറ ഉണ്ടാവുകയില്ല, നിനക്ക് വിടുതൽ ഒരിക്കലും കിട്ടുകയില്ല, നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല. അങ്ങനെ അക്കമിട്ട് എണ്ണി നിന്നെ നോക്കി, സഹോദര സഹോദരി താങ്കളെ നോക്കി, താങ്കളുടെ കുടുംബത്തെ നോക്കി, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും രഹസ്യവും പരസ്യവുമായ അവസ്ഥകളെ നോക്കി അനേകർ വിരൽ ചൂണ്ടി പറയുന്നു, ഇത് നടക്കുകയില്ല. എന്നാൽ ഹല്ലേലൂയ, രഹസ്യത്തിലുള്ള നമ്മുടെ ദൈവം നമ്മുടെ അപേക്ഷ കേട്ട്, നമ്മുടെ പ്രാർത്ഥന കേട്ട് അതിന്മേൽ വിടുതൽ അയക്കും, ഒരു സൗഖ്യം തരും, നമുക്കൊരു വലിയ വിടുതൽ തരും, നിയമക്കുരുക്കുകളെ മാറ്റും, അസാധ്യങ്ങളെ സാധ്യമാക്കുമെന്ന് ദാനിയേൽ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ജീവിതത്തിന്റെ വലിയ കൈപ്പേറിയ അനുഭവത്തിൽ കൂടെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടുകാരോട് പറയാം, ബന്ധുക്കളോട് പറയാം, പ്രിയപ്പെട്ടവരോട് പറയാം, പ്രാർത്ഥനക്കാരോട് പറയാം. എന്നാൽ ചില കാര്യങ്ങൾ നമുക്കാരോടും പങ്കുവെക്കാൻ പറ്റാതെ, കാരണം ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയില്ല, അവർ നമ്മളെ തെറ്റിദ്ധരിക്കും, പിന്നീട് അവർക്ക് നമ്മളെ കാണുമ്പോൾ പറഞ്ഞു ചിരിക്കാനുള്ള വെറും ഒരു സംഭവം മാത്രമായി തീരും. എന്നാൽ ഉള്ളിന്റെ വേദന അവരവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കാം, ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതായിരിക്കാം, പക്ഷെ എന്താണെങ്കിലും അതിന്മേൽ പരിപൂർണ വിടുതൽ നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു സഹോദരങ്ങളെ. അതാണ് ദാനിയേൽ പറഞ്ഞത്. അതെ, ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഈ വലിയ വിഷയത്തിന് വിടുതൽ നൽകിയ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആളുകളുടെ പിന്നാലെ ഓടുകയല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം ഇന്ന് വായിക്കണം. പ്രത്യേകിച്ച് 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. രാജാവിന്റെ അടുക്കൽ അരിയോക്കിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ ദാനിയേൽ ഓടിച്ചെന്ന് രാജാവിനോട് പറയുകയാണ്, എനിക്കല്പം സമയം തരണം,
എന്ന് പറഞ്ഞിട്ട് ഓടി എങ്ങും പോകുകയല്ല, കൂട്ടുകാരെ വിളിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന് എങ്ങും ആരുടെയും അടുക്കലും ഓടണ്ട, എങ്ങും ഓടിപ്പോകണ്ട, ഒരു സഭയും വിട്ടുപോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളെ അതുപോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, നിങ്ങളുടെ നന്മയിൽ സന്തോഷിക്കുന്നവരുമായി കൂടിയിരുന്ന് ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയം ഒരു അപേക്ഷയായി തമ്പുരാനോട് അറിയിക്കുക. പ്രിയമുള്ളവരെ, നിശ്ചയമായും അതിന്മേൽ വിടുതലയക്കുന്ന, മറുപടി തരുന്ന, അതിന്മേൽ ആലോചന തരുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ദാനിയേൽ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി കരേറ്റി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇതേ അനുഭവം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കാം. ഒരു ജോലി ആവശ്യമുള്ളവരുണ്ട്, വിസ സംബന്ധമായി ചില കാര്യങ്ങൾ ആവശ്യമുള്ളവരുണ്ട്, പഠനത്തിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ വിട്ട് വിദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, കൂടെ നിൽക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ടാവാം, വിവാഹപ്രായമെത്തിയവരുണ്ടാകാം, കുടുംബത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങളായി തലമുറകളെ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. വിദേശത്ത് പോകുവാൻ, നിയമക്കുരുക്കുകൾ മാറുവാൻ, ആത്മീയ ശുശ്രൂഷയിൽ മുന്നേറുവാൻ, ഇങ്ങനെ വിവിധങ്ങളായ ദൈനംദിന ജീവിത പ്രശ്നത്തിൽ ഭാരപ്പെടുന്ന ദൈവമക്കളെ, സഹോദരങ്ങളെ, അസാധ്യമെന്ന വലിയൊരു കരിങ്കല്ല്, വലിയൊരു ചുമട് നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ അവയെ നോക്കി ഭാരപ്പെടുകയോ നെടുവേർപ്പെടുകയോ ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ദാനിയേലും കൂട്ടുകാരും ചെയ്തതുപോലെ മുഴങ്കാലുമടക്കി ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പിതാവിനോട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അവൻ നിശ്ചയമായും നമുക്കത് ചെയ്തു തരും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അസാധ്യമെന്ന് സകല മനുഷ്യരും പറഞ്ഞത്, ജഡവാസമുള്ള ഒരു മനുഷ്യന് ഇതൊരിക്കലും വെളിപ്പെടുത്തുവാൻ പറ്റുകയില്ല എന്ന് ബാബേൽ സാമ്രാജ്യത്തിലെ സകല ശകലവാദികളും മന്ത്രവാദികളും പറഞ്ഞത്, ഒരു വലിയ ദേവനെ പോലെയുള്ളവർക്ക് മാത്രമേ ഇത് വെളിപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത്, കേവലം മനുഷ്യനായ എന്നാൽ ദൈവത്തോട് ചേർന്നിരുന്ന ദാനിയേലിനും കൂട്ടർക്കും സ്വർഗം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്? അവർ ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കട്ടെ. ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുവാനുണ്ട്, നിങ്ങളുടെ ജോലിയിൽ നടക്കുവാനുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ നടക്കുവാനുണ്ട്, അവരുടെ യാത്രകളിൽ നടക്കുവാനുണ്ട്, നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നടക്കുവാനുണ്ട്. നിങ്ങൾ ചില നാളുകളായി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, ഉപവസിക്കുന്ന വിഷയത്തിൽ നടക്കുവാനുണ്ട്. അതെ, ദാനിയേലിന്റെ ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെയും ഇറങ്ങി വരട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ, വലിയ വിടുതൽ തമ്പുരാൻ നിങ്ങൾക്ക് അയക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പിന്തിരിഞ്ഞു പോകരുത്, പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്. എന്ത് വിഷയം കേട്ടാലും ഓടി ദൈവമക്കളെ കൂട്ടുവിളിച്ച് മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തി നിങ്ങളെ വിടുവിക്കുകയും മാത്രമല്ല, ഹല്ലേലൂയ, അരിയാക്കിനോട് ഓടിച്ചെന്ന് പറയുകയാണ് ദാവീദ്, ആരെയും കൊല്ലരുത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും ഹല്ലേലൂയ എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരെയും കൊല്ലരുത്. നിങ്ങൾക്കെതിരെ ഉയരുന്ന സകല തടസ്സങ്ങളെയും ശത്രുവിന്റെ തന്ത്രങ്ങളെയും നിങ്ങളെ തകർക്കുവാൻ, മുച്ചൂട് മുടിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ ഭാവിയെ ബന്ധിക്കുവാൻ ശത്രു ഇറങ്ങിത്തിച്ചിരിക്കുന്ന സകല പോരാട്ടങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ തമ്പുരാൻ വിടുവിക്കും. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ദിനം അങ്ങനെ
ഒരു വിടുതലിന്റെ ദിനമാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിലേക്ക്, വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, ആത്മീയ ഉയർച്ചയിലേക്ക് തമ്പുരാൻ നിങ്ങളെ നയിക്കും. ചെയ്യേണ്ടത് ഒന്ന് മാത്രം. ആവർത്തിച്ചു പറയട്ടെ. അതെ, 23-ാം വാക്യം പറയുന്നു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ചത് അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിഷയം വന്നപ്പോൾ ഒറ്റക്കെട്ടായി മുഴങ്കാല് മടക്കി ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അത് വെളിപ്പെടുത്തി, അഥവാ വിടുതൽ അയച്ചു. ദാനിയേലിന്റെയും കൂട്ടുകാരായ 3 പേരുടെയും മാത്രം ജീവനല്ല, സകല ശകുനവാദികളുടെയും, സകല മന്ത്രവാദികളുടെയും, സകലുടെയും ജീവനെ രക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് സാധ്യമായി. അങ്ങനെയെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിടുവിക്കുവാൻ, സൗഖ്യം തരുവാൻ, ബന്ധനമഴിക്കുവാൻ, വിമോചിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തമ്പുരാൻ വലിയ വിടുതലും അത്ഭുതവും അനുഗ്രഹവും ചെയ്യട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. തലകളെ വണക്കി കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദാനിയേലിന്റെയും കൂട്ടുകാരുടെയും ഒപ്പം ബാബേലിലെ അനേകരുടെയും ജീവന് ഭീഷണിയായി വന്നപ്പോൾ വിവരമറിഞ്ഞ് ബുദ്ധിയോടും വിവേകത്തോടും പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ലോകമനുഷ്യർ അസാധ്യമെന്ന് പറഞ്ഞത് തന്റെ ദാസന് വെളിപ്പെടുത്തിയ അത്ഭുതമേറിയ വിടുതലിന്റെ വലിയ വാർത്ത ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളിൽ എല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഇതുപോലെ വേദന അനുഭവിക്കുന്നവരാ. അവരവരുടേതായ ചെറുതും വലുതുമായ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു, ഭാരത്തിൽ കൂടെ കടന്നു പോകുന്നു, മരണകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക്, ഒറ്റക്കെട്ടായിട്ടുള്ള അപേക്ഷയ്ക്ക്, മുഴങ്കാലും അടയ്ക്കുന്നതിന് മറുപടി ഉണ്ട് എന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ വിഷയങ്ങളുമായി അടുത്തു വരുന്നു, ഭാരങ്ങളുമായി അടുത്തു വരുന്നു. അപ്പൻ കേൾക്കണമേ, ചെവിചായിക്കണമേ, സ്വീകരിക്കണമേ, വിടുതൽ അയക്കണമേ. അങ്ങനെ ഇന്ന് വിടുതലോടും സൗഖ്യത്തോടും അങ്ങയോട് ചേർന്ന് ജീവിച്ച് അങ്ങേക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു. പ്രാർത്ഥനയാൽ സാധിക്കാത്തത് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നവർ ഒറ്റക്കെട്ടായി ഒരുമയോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദേവന്മാർക്ക് മാത്രമേ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഈ ബലഹീനരായ നമ്മളെ കൊണ്ട് ബലവാനായ ദൈവം വലിയവ ചെയ്യും. അങ്ങനെ ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കട്ടെ, വലിയവ ചെയ്യട്ടെ, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ വിഷയത്തെ സ്വർഗം ഏറ്റെടുക്കട്ടെ. ഒരു കാര്യം കൂടെ ഓർക്കണം, ദൈവം വിടുതലും അനുഗ്രഹവും നന്മയും സൗഖ്യവും തരുമ്പോൾ തന്ന ദൈവത്തെ മറക്കാതെ നന്ദിയോടും സ്തോത്രത്തോടും അനേകരുടെ മുമ്പിൽ സാക്ഷിക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം മറക്കരുത്. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിനും സമർപ്പണത്തിനും പുതിയ തീരുമാനത്തിനും അതിലുപരിയായി ആഴമേറിയ വിശ്വാസത്തിനും ഉതകട്ടെ. ആയതിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.